സ്ട്രീറ്റിൽ ഫുഡില്ല, പക്ഷേ ഫുട്പാത്തിൽ ഫുഡ് കിട്ടും. മലപ്പുറം എന്നും വേറെ ലെവൽ. 2 മാസം മുമ്പ് കൊട്ടിഘോഷിച്ച് മലപ്പുറം കോട്ടക്കുന്നിൽ ഒരുക്കിയ ഫുഡ് സ്ട്രീറ്റിൽ വന്നാൽ ഒരു ചായ പോലും കുടിക്കാനാവില്ല. 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഫുഡ് സ്ട്രീറ്റിലെ 12 ഷോപ്പുകളും ഇപ്പോൾ കാലിയായി കിടക്കുന്നു. അതേസമയം പാണക്കാട് ചാമക്കയം പുഴയോരത്തുള്ള നടപ്പാതയിൽ അഥവാ ഫുട്പാത്തിൽ ഫുഡ് ഷോപ്പുകൾ നിരവധി. നടക്കാനൊരുക്കിയ നടപ്പാതയിൽ പക്ഷെ തട്ടുകടകളെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയും. കഴിഞ്ഞ സർക്കാർ അവസാന കാലത്ത് നടത്തിയ ഉദ്ഘാടന മാമാങ്കത്തിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തതായിരുന്നു കോട്ടക്കുന്നിലെ ഫുഡ് സ്ട്രീറ്റ്. ആദ്യ മാസം റംസാൻ ആയതുകൊണ്ട് ആരും കടകൾ എടുത്തില്ല എന്നായിരുന്നു അധികൃതർ പറഞ്ഞത്. പിന്നീട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും പറയുന്നു. അതേസമയം വാഹനങ്ങളിൽ വരുന്ന ഭൂരിപക്ഷം പേർക്കും ഇങ്ങോട്ട് വരാനോ ഇവിടെ ഫുഡ് സ്ട്രീറ്റ് ഉള്ളതായോ അറിയില്ല. കോട്ടക്കുന്നിലെ പ്രധാന പ്രവേശന കവാടത്തിന് പിന്നിലായാണ് ഫുഡ് സ്ട്രീറ്റ് ഉള്ളത്. മികച്ച രീതിയിൽ തയ്യാറാക്കിയ 12 ഷോപ്പുകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ ഫുഡുകൾ ഒരുക്കേണ്ടതുണ്ട്. 24 മണിക്കൂറും ഫുഡ് ലഭ്യമാക്കുന്ന തരത്തിൽ ഒക്കെ പദ്ധതിയിട്ടാണ് തുടങ്ങിയതെങ്കിലും ഒരു സമയത്തും ഒരു ഫുഡും ലഭിക്കാത്ത തരത്തിൽ ആണ് ഇപ്പോൾ ഉള്ളത്. കോട്ടക്കുന്ന് പാർക്കിലേക്കുള്ള പ്രധാന പ്രവേശന കവാടത്തിന് പിന്നിലായാണ് ഈ ഫുഡ് സ്ട്രീറ്റ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ DTPC ഹാളിന്റെ ഭാഗത്തു കൂടി പാർക്കിൽ എത്തുന്ന സന്ദർശകർക്ക് ഇവിടെ വരാനാവില്ല. ടിക്കറ്റ് കൗണ്ടറിന് പിറകിൽ ആയതുകൊണ്ട് തന്നെ പാർക്കിലേക്ക് അല്ലാതെ വരുന്നവർക്കും ഫുഡ് സ്ട്രീറ്റിൽ മാത്രമായി പ്രവേശിക്കാൻ പ്രത്യേക അനുമതി വേണം. എന്തൊക്കെയായാലും ഇതുവരെ ഒരു ചായക്കട പോലും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഈ ഫുഡ് സ്ട്രീറ്റിൽ തുറന്നിട്ടില്ല എന്നതാണ് വസ്തുത. പാണക്കാട് ചാമക്കയത്ത് പുഴയോരത്ത് നടപ്പാതയിലാണ് തട്ടുകടകൾ. ആരോഗ്യ സംരക്ഷണം കാത്ത് നടക്കാനായി ഇവിടെ എത്തുന്നവർക്ക് വഴി തടസ്സമായി 20ഓളം കടകൾ ഈ ഫുട്പാത്തിൽ ഉള്ള ഫുഡ് സ്ട്രീറ്റിൽ ഉണ്ട്. ഇടയ്ക്ക് നഗരസഭ ഇടപെട്ട് ഒഴിപ്പിക്കാറുണ്ടെങ്കിലും ദിവസങ്ങൾക്കകം വീണ്ടും ഉയർന്നു വരികയും ചെയ്യും. നടപ്പാത ഒഴിവാക്കി ഇവർക്കായി പ്രത്യേകം സ്ഥലം അനുവദിക്കാൻ അധികൃതർ തയ്യാറായാൽ ഫുട്പാത്തിലെ ഫുഡ് കച്ചവടത്തിന് പകരം രാവിലെയും വൈകിട്ടും ഇവിടെ നടക്കാൻ എത്തുന്ന ആളുകൾക്ക് ഏറെ സൗകര്യമാവും. അധികം വൈകാതെ തന്നെ കോട്ടക്കുന്നിലെ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് വരട്ടെ എന്നും പാണക്കാട് ഫുട്പാത്തിൽ ആളുകൾക്ക് നടക്കാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. ഇർഫാന, SS ന്യൂസ്, മലപ്പുറം.